അതായത് അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വരും മാത്രമല്ല, അദ്ദേഹം സ്ഥാനാർത്ഥിയുടെ കൂടെ കുറേ വോട്ടർമാരെയും കൊണ്ടാണല്ലോ വന്നത് തൃശ്ശൂരിലേക്ക്. അദ്ദേഹം വന്നത് അതിപ്പോൾ ഈ ഇതിനകത്ത് ഇലക്ഷൻ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ വകുപ്പും റൂളും അനുസരിച്ച് ഓർഡിനറി റെസിഡൻസ് എന്നതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ടൊരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കുന്ന ആളുകളെ ഓർഡിനറി റെസിഡൻസ് എന്ന് പറയാൻ കഴിയില്ല. നമ്മൾ അവിടെ സ്ഥിരമായി താമസക്കാരായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി വ്യക്തമായിട്ടുള്ള വിധിയിലൂടെ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. അത് വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പറയുന്ന ഒരു പോയിന്റ് ഈ ഇന്ത്യയിലെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഇപ്പോൾ അസംബ്ലിയിൽ ഒരു വ്യക്തിക്ക് കേരള അസംബ്ലിയിൽ മത്സരിക്കണമെങ്കിൽ കേരളത്തിൽ എവിടെ വോട്ടറായിട്ടുള്ള ആൾക്കും ഏത് അസംബ്ലിയിൽ മത്സരിക്കാം. പഞ്ചായത്തിൽ പിന്നെ ഒരു വോട്ടറായ വ്യക്തിക്ക് ആ പഞ്ചായത്തിൽ ഏത് വാർഡിലും മത്സരിക്കാം. അത് പാർലമെൻറ്റിലാണെങ്കിൽ ഇന്ത്യയിൽ എവിടെ വോട്ടറായിട്ടുള്ള ഒരാൾക്ക് ഏത് പാർലമെൻറ്റ് മണ്ഡലത്തിലും മത്സരിക്കാം. പക്ഷേ ഒരിക്കലും ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥി ഏത് മണ്ഡലക്കാരനാണെങ്കിലും അദ്ദേഹം വോട്ട് ചെയ്യുന്നത് ആ മണ്ഡലത്തിലെ വോട്ടർമാർ മാത്രമായിരിക്കണം എന്ന് പറയുന്നൊരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ ലംഘനമാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ടേക്കും താമസം മാറ്റിയിട്ട് അദ്ദേഹം ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? തൃശ്ശൂർ പാർലമെൻറ്റിലെ വോട്ട് വെട്ടേണ്ട അദ്ദേഹം. തൃശ്ശൂർ പാർലമെൻറ്റിലെ വോട്ട് അദ്ദേഹം ഡിലീറ്റ് ചെയ്ത് കളയേണ്ടായിരുന്നു. അത് ചെയ്തിട്ടില്ലല്ലോ. തദ്ദേശ പട്ടികയിൽ തദ്ദേശ പട്ടികയിലെ പുള്ളിയുടെ വോട്ട് ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടെ പരിശോധിക്കേണ്ടി വരും. അത് BJP-കാർ പറഞ്ഞനുസരിച്ച് പിന്നെ തദ്ദേശ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേര് വരും എന്നാണ് BJP-യുടെ ജില്ലാ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന് ഇവിടെ ചേർക്കുന്നുണ്ട് ഞങ്ങളെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്, ഞാൻ അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം മറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വിശദ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ട്. അത് നിങ്ങൾ പരിശോധിച്ചാൽ മതി. നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കില്ലായിരുന്നു. എൻ്റെ പോയിന്റ് എത്രയേ ഉള്ളൂ, ഇവിടെ ഒരു വിവാദപരമായിട്ടുള്ള ഇപ്പോൾ ഒരുപക്ഷെ പലപ്പോഴും ചില ആളുകളുടെ പേര് അവിടെ ഇവിടെയൊക്കെ വരുന്നത് സ്വാഭാവികമാണ്, ചിലപ്പോൾ അങ്ങനെ വന്നേക്കാം. പക്ഷേ ഇത് വളരെ വ്യക്തമായിട്ടുള്ള പരാതിയും അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വിശദീകരണങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ നൽകുകയും എന്നോട് തന്നെ വിശദീകരണം ചോദിക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്, MP ആണ്. ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സമുന്നത നേതാവായിട്ടുള്ളൊരു വ്യക്തി ഇത്തരത്തിൽ യാതൊരു മറയുമില്ലാതെ നഗ്നമായ പിന്നെ ഇലക്ഷൻ നിയമങ്ങൾ ലംഘിക്കുന്നതിനെ സംബന്ധിച്ച് മറുപടി പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇത്രയുള്ളൂ. അല്ല, ഇതിൽ അന്ന് ഈ വിവാദം ഉണ്ടായ സമയത്തൊക്കെ ഇവർ പറഞ്ഞിരുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരട്ടെ, ആ സമയത്ത് അറിയാം അദ്ദേഹം എവിടെ വോട്ട് ചെയ്യും എന്നറിയാൻ. അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ അടുത്ത് പറഞ്ഞ അദ്ദേഹം തദ്ദേശ ഇലക്ഷൻ ഇവിടെ തന്നെ വോട്ട് ചെയ്യും. കാരണം അദ്ദേഹം ഇവിടെ സ്ഥിരതാമസക്കാരനാണ്. അദ്ദേഹം ഇവിടെ ഓർഡിനറി റെസിഡൻസ് എന്ന പേരിൽ ഇവിടെ വോട്ട് ചേർത്ത് എന്തിനാണ്? അദ്ദേഹത്തിന് ഇലക്ഷൻ മത്സരിക്കാൻ ഇവിടെ വോട്ട് ചേർക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ KM മുരളീധരൻ വോട്ട് ചെയ്തത് തിരുവനന്തപുരത്താണ്. അദ്ദേഹം ഇങ്ങോട്ട് മാറി വന്നിട്ടില്ല. ഈ കേരളത്തിൽ മത്സരിച്ചിട്ടുള്ള പല സ്ഥാനാർത്ഥികളും അവരുടെ പിന്നെ ജനപ്രതിനിധി ആരാണ് തിരഞ്ഞെടുക്കുന്നത് അവർ ജീവിക്കുന്ന സ്ഥലത്താണ്. ഇപ്പം ഞാൻ പലപ്പോഴും പിന്നെ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ മാത്രമാണ് എനിക്ക് വോട്ട് ചെയ്തിട്ടുള്ളൂ. അതിന് മുമ്പ് ഞാൻ വോട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ പ്രതിനിധിയായിരിക്കുന്ന മറ്റ് പല ആളുകൾക്കാണ്. ഞാൻ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് കൈപ്പൊങ്കലം മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട്. ചേർപ്പ് മണ്ഡലത്തിൽ മത്സരിച്ച സമയത്തും മന്തിക്കാട് പഞ്ചായത്ത് അതിനകത്തുണ്ടായിരുന്നില്ല. അതിനുശേഷം തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോഴും അസംബ്ലി മണ്ഡലത്തിൽ എൻ്റെ വോട്ട് പൊടിയായിരുന്നു. ഞാൻ വോട്ടും കൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ മാത്രമല്ല, കേരളത്തിൽ സാധാരണപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവും പിന്നെ മത്സരിക്കാൻ പോകുന്നതോടുകൂടി അങ്ങോട്ടേക്ക് വോട്ടുമായിട്ട് പോകുന്ന പതിവ് വളരെ കുറവാണ്. അല്ലെങ്കിൽ അവരവിടെ സ്ഥിരതാമസമാക്കി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ചെയ്യാറുള്ളത്. ഇത് ചെയ്തിരിക്കുന്നത് ഒരു ഒറ്റപ്പെട്ട കാര്യമായിരുന്നില്ല എന്ന് അന്ന് തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. ആയിരക്കണക്കിന് വോട്ടുകൾ ഇവിടേക്ക് പിന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് BJP-യുടെ നേതാക്കന്മാരുടെ വീടുകളിൽ 15, 25, 30 വോട്ടുകൾ ചേർക്കുന്നു തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി പരാതികളും ഒക്കെ അന്ന് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിനൊന്നും വ്യക്തമായ മറുപടി ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടില്ല. ഇതിന് മറുപടി നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.